എട്ടാം ക്ലാസ്സിൻ്റെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ മർദ്ദത്തെക്കുറിച്ചും വ്യാപകമർദ്ദത്തെക്കുറിച്ചും നാം മനസ്സിലാക്കിയല്ലോ. അതുമായി ബന്ധപ്പെട്ട് ചില ഗണിത പ്രശ്നങ്ങൾ നൽകിയിരിക്കുന്നു. എല്ലാവരും ചെയ്തുവല്ലോ. ശാസ്ത്രപുസ്തകത്തിൽ എല്ലാവരും എഴുതിയിട്ടുണ്ടാകും അല്ലേ? നമുക്കതൊന്ന് നോക്കാം. 40 ന്യൂട്ടൺ ഭാരവും 0.25 മീറ്റർ സ്ക്വയർ പാദതല പരപ്പളവുമുള്ള ഒരു ഇരുമ്പ് കട്ട തറയിൽ പ്രയോഗിക്കുന്ന മർദ്ദം കണ്ടുപിടിക്കുക. ഇതേ ഭാരമുള്ള മറ്റൊരു ഇരുമ്പ് കട്ട കൂടി അതിനു മുകളിൽ വച്ചാൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയായിരിക്കും? ഫൈൻഡ് ദ പ്രഷർ എക്സൈറ്റഡ് ഓൺ എ ഫ്ലോർ വെൻ ആൻ അയൺ ബ്ലോക്ക് ഓഫ് വെയ്റ്റ് 40 ന്യൂട്ടൺ and base area 0.25 meter square is placed on it. If one more iron block of same weight is placed above it, find the pressure. ഇവിടെ വ്യാപകമർദ്ദം ത്രസ്റ്റ് F = 40 ന്യൂട്ടൺ എന്ന് എഴുതാമല്ലോ. പരപ്പളവും തന്നിരിക്കുന്നു. പരപ്പളവ് ഏരിയ A = 0.25 മീറ്റർ സ്ക്വയർ. മർദ്ദം കണ്ടുപിടിക്കുന്നതിനുള്ള സമവാക്യം മർദ്ദം സമം വ്യാപകമർദ്ദം ബൈ പരപ്പളവ്. പ്രഷർ ഈക്വൽ ടു ത്രസ്റ്റ് ബൈ ഏരിയ ഈക്വൽ ടു 40/0.25 40/0.25 സമം 160 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ 160 പാസ്കൽ എന്ന് കിട്ടുമല്ലോ. ഇനി ഇതേ ഭാരമുള്ള മറ്റൊരു ഇരുമ്പ് കട്ട കൂടി അതിന് മുകളിൽ വെച്ചാൽ മർദ്ദം നമുക്ക് കണക്കാക്കാമല്ലോ. അപ്പോൾ വ്യാപകമർദ്ദം 40 + 40 80 ന്യൂട്ടൺ ആകും അല്ലേ? പരപ്പളവിൽ വ്യത്യാസം ഉണ്ടാകില്ല. പരപ്പളവ് A = 0.25 മീറ്റർ സ്ക്വയർ ആയിരിക്കും. മർദ്ദം P = വ്യാപകമർദ്ദം ബൈ പരപ്പളവ് 80/0.25 സമം 320 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അതായത് 320 പാസ്കൽ എന്ന് കിട്ടും. മർദ്ദത്തെക്കുറിച്ചും വ്യാപകമർദ്ദത്തെക്കുറിച്ചും മർദ്ദം കണ്ടുപിടിക്കാനുള്ള സമവാക്യത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗണിത പ്രശ്നം ചെയ്യാം അല്ലേ? 2 ന്യൂട്ടൺ ഭാരമുള്ള ഒരു ഇഷ്ടികയുടെ A എന്ന വശത്തെ പരപ്പളവ് 0.4 മീറ്റർ സ്ക്വയറും B എന്ന വശത്തെ പരപ്പളവ് 0.2 മീറ്റർ സ്ക്വയറും C എന്ന വശത്തെ പരപ്പളവ് 0.1 മീറ്റർ സ്ക്വയർ ആണ്. A, B, C വശങ്ങൾ ക്രമമായി ഓരോന്നും തറയുമായി സമ്പർക്കത്തിൽ വരത്തക്ക രീതിയിൽ വെച്ചാൽ ഓരോ സന്ദർഭത്തിലും തറയിൽ അനുഭവപ്പെടുന്ന മർദ്ദം കണക്കാക്കുക. അവസാനത്തെ സന്ദർഭത്തിൽ ഇഷ്ടികയുടെ മുകളിലേക്ക് ഇതേ ഭാരമുള്ള ഒരു ഇഷ്ടിക കൂടി കയറ്റി വെച്ചാൽ C എന്ന വശം തറയിൽ പ്രയോഗിക്കുന്ന മർദ്ദം എത്രയായിരിക്കും? എ ബ്രിക്ക് ഓഫ് വെയ്റ്റ് 2 ന്യൂട്ടൺ ഈസ് പ്ലേസ്ഡ് ഓൺ എ ഫ്ലോർ. ദ ഏരിയ ഓഫ് സൈഡ് A, B, C of the brick are 0.4 meter square, 0.2 meter square and 0.1 meter square respectively. A. Find the pressure exerted by the brick when
each side of the brick is in contact with the floor. B. If one more brick of same weight is placed above the brick mentioned in the situation C, calculate the pressure. നമുക്കറിയാം മർദ്ദം സമം വ്യാപക മർദ്ദം ബൈ പരപ്പളവ്. പ്രഷർ ഈക്വൽ ടു ത്രസ്റ്റ് ബൈ ഏരിയ. പി ഈക്വൽ ടു എഫ് ബൈ എ. എ എന്ന വശം തറയുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ വ്യാപകമർദ്ദം എഫ് സമം 2 ന്യൂട്ടൺ, പരപ്പളവ് എ സമം 0.4 മീറ്റർ സ്ക്വയർ, മർദ്ദം പി സമം 2/0.4 സമം 5 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഈക്വൽ ടു 5 പാസ്കൽ. ബി എന്ന വശം തറയുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ വ്യാപകമർദ്ദം എഫ് ഈക്വൽ ടു 2 ന്യൂട്ടൺ, പരപ്പളവ് എ സമം 0.2 മീറ്റർ സ്ക്വയർ, മർദ്ദം പി സമം 2/0.2 സമം 10 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ സമം 10 പാസ്കൽ. സി എന്ന വശം തറയുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ വ്യാപകമർദ്ദം ത്രസ്റ്റ് എഫ് സമം 2 ന്യൂട്ടൺ, പരപ്പളവ് ഏരിയ എ സമം 0.1 മീറ്റർ സ്ക്വയർ, മർദ്ദം പ്രഷർ പി സമം 2/0.1 സമം 20 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ 20 പാസ്കൽ. ബി. സി എന്ന സന്ദർഭത്തിൽ ഒരു ഇഷ്ടിക കൂടി നിലവിലുള്ള ഇഷ്ടികയുടെ മുകളിലേക്ക് വെക്കുകയാണ്. അപ്പോൾ പാദതല പരപ്പളവ് മാറുന്നില്ല, എന്നാൽ വ്യാപകമർദ്ദം ഇരട്ടിയാകുന്നു. വ്യാപകമർദ്ദം എഫ് സമം 4 ന്യൂട്ടൺ, പരപ്പളവ് എ സമം 0.1 മീറ്റർ സ്ക്വയർ, മർദ്ദം പി സമം 4/0.1 സമം 40 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഈക്വൽ ടു 40 പാസ്കൽ. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലത്തെ വ്യാപകമർദ്ദമെന്നും യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വ്യാപകമർദ്ദത്തെ മർദ്ദമെന്നും പറയുന്നു. മർദ്ദം സമം വ്യാപകമർദ്ദം ബൈ പരപ്പളവ്. ഈ വാക്യത്തിൽ നിന്നും മർദ്ദത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് ലഭിക്കുമല്ലോ. ഇത് പാസ്കൽ എന്ന് അറിയപ്പെടുന്നു. ഒരു നിശ്ചിത ബലം പ്രയോഗിക്കുമ്പോൾ സമ്പർക്കത്തിൽ വരുന്ന പ്രതലത്തിൻ്റെ പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയുന്നു, പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടുന്നു. ദ ടോട്ടൽ നോർമൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ സർഫസ് ഈസ് ത്രസ്റ്റ്. ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ ഈസ് പ്രഷർ. Pressure equal to thrust by area. From this equation we can conclude that the unit of pressure is Newton per meter square. This is known as Pascal. While applying a given force, pressure decreases when the area of a surface of contact increases. When the area decreases, the pressure increases. ഇനി എല്ലാവരും ഈ ദൃശ്യം ഒന്ന് ശ്രദ്ധിക്കൂ. ആ ചിത്രത്തിൽ കാണുന്ന സംഭാഷണം ശ്രദ്ധിച്ചുവോ? എന്താണത്? ഒരു ജ്യേഷ്ഠനും അനുജത്തിയാന്ന് തോന്നുന്നു അല്ലേ? അനുജത്തിയുടെ കാലിൽ ഇരുമ്പാണി കൊണ്ടപ്പോൾ അനുജത്തി പറയുകയാണ് അമ്മയെ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ജ്യേഷ്ഠൻ പറയുകയാണ്, എന്താണ് പറയുന്നത് ജ്യേഷ്ഠൻ? ഇങ്ങനൊരു ആണി കൊണ്ടുപോയതിന് ഇത്രയൊക്കെ കാര്യമുണ്ടോ? ഞാനൊരു ആണിക്കിടക്കയിൽ കിടക്കുമല്ലോ, ഇത് സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമുക്ക് ഒരു പ്രവർത്തനത്തിലൂടെ കടന്നു പോകാം. അതിനുശേഷം നമുക്ക് ഇതിനോട് പ്രതികരിക്കാം. നോക്കൂ, ഈ പലകയിൽ കുറച്ച് ആണികൾ ക്രമീകരിച്ചിരിക്കുന്നത് കണ്ടല്ലോ. ഇവിടെ ചെറിയ കുറേ ആണികൾ അടുത്തടുത്തായി ക്രമീകരിച്ചിരിക്കുന്നു. ഇവിടെയോ ഒരാണി മാത്രം വെച്ചിരിക്കുന്നു. ഇനി രണ്ടിലേക്കും ഓരോ ബലൂൺ അമർത്തുന്നു. എന്താണ് സംഭവിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ. ഇനി ഈ ബലൂൺ വീർപ്പിച്ച ശേഷം ഞാൻ ഈ ബോർഡിലെ ആണികളിലേക്ക് വെക്കുകയാണ്. നോക്കൂ, ആദ്യം ഞാൻ
ആ ഒരു ആണി മാത്രമുള്ള സ്ഥലത്തേക്കാണ് ബലൂണിനെ ഞാൻ മെല്ലെ വെക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. ബലൂൺ പൊട്ടിയല്ലേ. നമുക്കിനി മറ്റൊരു ബലൂൺ വീർപ്പിച്ച് കൂടുതൽ ആണികൾ വെച്ച സ്ഥലത്തേക്ക് ഞാൻ വെക്കുകയാണ്. സമാനമായ മറ്റൊരു ബലൂൺ ഇതുപോലെ വെക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. ബലൂൺ എന്ത് ചെയ്യുന്നില്ല. ബലൂണിനെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കുകയാണ്. ബലൂൺ പൊട്ടുന്നില്ല. വീണ്ടും അമർത്തി നോക്കി. ബലൂൺ പൊട്ടുന്നില്ല. എന്തായിരിക്കും ഇതിന് കാരണം? നിങ്ങൾക്ക് പറയാമല്ലോ. ആദ്യം ഒരു ഇരുമ്പാണി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ അമർത്തിയപ്പോഴെന്ത് ചെയ്തു? ബലൂൺ പൊട്ടിപ്പോയി. ഇരുമ്പാണികൾ അടുത്തടുത്തായി ക്രമീകരിച്ച സ്ഥലത്തേക്ക് അതിന് മുകളിലേക്ക് ബലൂൺ വെച്ചപ്പോൾ പൊട്ടിയില്ല. എന്താ കാരണം? നിങ്ങൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഒരു ഇരുമ്പാണി മാത്രമാകുമ്പോൾ പരപ്പളവ് വളരെ കുറവല്ലേ. പരപ്പളവ് കുറയുമ്പോൾ ഈ ബലൂണിൻ്റെ മുകളിൽ അനുഭവപ്പെട്ട മർദ്ദം എന്തായി? വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ബലൂൺ പൊട്ടിപ്പോകുന്നു. എന്നാൽ കൂടുതൽ ഇരുമ്പാണികൾ ഉണ്ടാകുമ്പോഴോ അതിൻ്റെ ഉപരിതലത്തിലെ പരപ്പളവ് എന്താവും? കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ പരപ്പളവ് കൂടുമ്പോൾ ഇവിടെ അനുഭവപ്പെട്ട മർദ്ദത്തിൽ എന്ത് വന്നു? കുറവ് വന്നു അല്ലേ. രണ്ട് സ്ഥലത്തും ഏകദേശം ഒരേ ബലം ഉപയോഗിച്ചാണ് ഞാൻ ബലൂൺ അമർത്തിയത്. അപ്പോൾ വ്യാപക മർദ്ദം അവിടെ തുല്യമാണ്. പക്ഷേ എന്തിലാണ് വ്യത്യാസം വന്നത്? പരപ്പളവിലാണ് മാറ്റം വന്നത്. അപ്പോൾ ഇതിൽ നിന്നും പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയുമെന്ന് മനസ്സിലാക്കാം. ഇനി നേരത്തെ അനിയത്തിയോട് ചേട്ടൻ എന്താ പറഞ്ഞത്? ഒരാണി കാലിൽ കൊള്ളുമ്പോൾ വേദനിക്കുമല്ലേ. എന്നാൽ ഞാനൊരു ആണിക്കിടക്കയിൽ ഞാൻ കിടക്കാമെന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താ? പറ്റുമോ? പറ്റുമല്ലേ. നോക്കൂ, ഈ ചിത്രത്തിൽ നോക്കൂ. എന്താണ് കാണുന്നത്? ഒരാൾ ഒരു ആണിക്കിടക്കയിൽ ഇങ്ങനെ കിടക്കുകയാണ്. എങ്ങനെ കിടക്കാൻ സാധ്യമാകുന്നു? ഒരുപാട് ഇരുമ്പാണികൾ ഇങ്ങനെ അടുത്തടുത്തായി വെക്കുമ്പോൾ പ്രതല പരപ്പളവ് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ പ്രതല പരപ്പളവ് കൂടുമ്പോൾ വളരെ ചെറിയ മർദ്ദം മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ ആണി കിടക്കയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നു? കിടക്കാൻ വേണ്ടി കഴിയുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല, അതിലൊരു ശാസ്ത്രീയത ഉണ്ട് നമുക്ക് മനസ്സിലാക്കാം. കാരണം പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം എപ്പോഴും കുറവായിരിക്കും. അതിനാൽ ആണിക്കിടക്കയിൽ കിടന്നാൽ പരിക്കുകളൊന്നും പറ്റില്ല അല്ലേ. ശരീരത്തിൽ തുളച്ച് കയറില്ല. എന്നാൽ ഒരു ഇരുമ്പാണിയുടെ മുകളിൽ കിടന്നാലോ ആണി ഇങ്ങനെ തുളച്ച് കയറുമല്ലേ. കയറുമല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശാസ്ത്രീയത മനസ്സിലായല്ലോ. നമുക്ക് മറ്റു ചില പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് നോക്കാം. നോക്കൂ, ഈ ഒരു ഇരുമ്പാണിയെ ഞാൻ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ്. മെല്ലെ അമർത്തുന്നു. എവിടെയാണ് വേദന അനുഭവപ്പെടാൻ സാധ്യത? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ തള്ളവിരലിനായിരിക്കുമോ അതോ ഈ ചൂണ്ടുവിരലിനായിരിക്കുമോ? നിങ്ങൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറയൂ. നോക്കൂ, ഈ ഭാഗം നോക്കുക, ഈ ഭാഗം നോക്കുക. ഈ ഭാഗം കൂർത്തിരിക്കുന്നു, മറ്റേ ഭാഗം ഇങ്ങനെ പരന്നിരിക്കുന്നു. അപ്പോഴെന്താണ്? നിങ്ങളൊരു ഉത്തരം പറയൂ. ഇവിടെ ഈ വിരലിനായിരിക്കും എനിക്ക് കൂടുതൽ വേദന അനുഭവപ്പെടുന്നത്. എന്താണ് കാരണം? ഇവിടെ പരപ്പളവ് വളരെ കുറവാണ്. പരപ്പളവ് കുറയുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന മർദ്ദം കൂടുതലായിരിക്കും. ഇതിൻ്റെ മറ്റേ അഗ്രത്തോ അവിടെ പരപ്പളവ് കൂടുതലാണ്, അതുകൊണ്ട് മർദ്ദം കുറവായിരിക്കും. അപ്പോൾ ഇവിടെ മർദ്ദം കുറവും ഇവിടെ മർദ്ദം കൂടുതലുമാണ്. അപ്പം മർദ്ദം കൂടുതലുള്ള ഭാഗത്ത് എനിക്ക് അല്പം വേദന അനുഭവപ്പെടുന്നു. കാരണം ഇതിങ്ങനെ തുളച്ച് കയറാൻ വേണ്ടി പോവുകയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ മർദ്ദവും പരപ്പളവും തമ്മിലുള്ള ബന്ധം നമുക്കിവിടെ മനസ്സിലാക്കാമല്ലോ. ഇനി നിങ്ങളുടെ സ്കൂൾ ബാഗ് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. സ്കൂൾ ബാഗിൻ്റെ ആ വള്ളി, ആ സ്ട്രാപ്പ് എങ്ങനെയുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ബാഗ് നോക്കൂ. ഇതിൻ്റെ സ്ട്രാപ്പ് വളരെ വീതി കുറഞ്ഞതാണോ? അല്ല, നല്ല വീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്ട്രാപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ ഭാരം നമുക്ക് ഷോൾഡറിൽ ഇത് ഇവിടെ വെച്ചിട്ട് അനുഭവപ്പെടുന്നു, ഇവിടെയാണ് അനുഭവപ്പെടുന്നത്.
അപ്പോൾ ഇതിൻ്റെ പരപ്പളവ് ഇങ്ങനെ കൂട്ടി നിർമ്മിച്ചാൽ ഷോൾഡറിൽ അനുഭവപ്പെടുന്ന വേദന കുറയുമല്ലേ. അപ്പോൾ ഒരു ബാഗിൻ്റെ സ്ട്രാപ്പ് ഇങ്ങനെ വീതി കൂട്ടി നിർമ്മിക്കാനുള്ള കാരണത്തെക്കുറിച്ച് നമുക്ക് പറയാമല്ലോ. അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയത നമുക്ക് പറയാമല്ലോ. എന്താ അതിൻ്റെ കാരണം? സ്ട്രാപ്പിനെ വീതി കൂട്ടി നിർമ്മിക്കുമ്പോൾ പരപ്പളവ് കൂടുന്നു. പരപ്പളവ് കൂടുമ്പോൾ നമ്മുടെ ഷോൾഡറിൽ അനുഭവപ്പെടുന്ന മർദ്ദം കുറയുന്നു. അതിനാൽ കൂടുതൽ വേദന നമുക്ക് അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ബാഗിൻ്റെ സ്ട്രാപ്പ് എന്ത് ചെയ്യുന്നത്? വീതി കൂട്ടി നിർമ്മിക്കുന്നത്. സമാനമായ ചില സന്ദർഭങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഓരോന്നിൻ്റെയും കാരണം നിങ്ങൾ വിശദീകരിക്കൂ. പ്രതലത്തിൻ്റെ പരപ്പളവ് കൂട്ടിയോ കുറച്ചോ മർദ്ദത്തിൽ വ്യത്യാസം വരുന്ന ചില സന്ദർഭങ്ങൾ തന്നിരിക്കുന്നു. ഇവ എങ്ങനെ പ്രയോജനപ്പെടുന്നുവെന്ന് വിശദമാക്കുക. കത്തിയുടെ വായ്ത്തല കനം കുറച്ച് നിർമ്മിക്കുന്നു. കെട്ടിടങ്ങളുടെ അടിത്തറ വീതി കൂട്ടി നിർമ്മിക്കുന്നു. യുദ്ധ ടാങ്കുകളുടെയും അതുപോലെ മറ്റു വാഹനങ്ങളുടെയും ചക്രങ്ങൾ വീതി കൂടിയ ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. തുന്നൽ സൂചിയുടെ അഗ്രം കൂർത്തതായി നിർമ്മിച്ചിരിക്കുന്നു. Given below are certain situations in which variation in pressure is brought about by increasing or decreasing the area of surface. Explain how these are useful. Constructing a knife with a sharp edge. Constructing building with wider basements. Connecting the wheel of tanks and other such vehicle using wide chains. Making a sewing needle with a sharp tip. നമുക്ക് ഈ ഓരോ സന്ദർഭവും നമുക്ക് വിശകലനം ചെയ്ത് നോക്കാം. ഒരു കത്തിയുടെ വായ്ത്തല കനം കുറഞ്ഞ് നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ കനം കുറച്ച് നിർമ്മിക്കുന്നു. എന്താ കാരണം? നമ്മൾ കത്തിയുടെ ഏത് ഭാഗം ഉപയോഗിച്ചാണ് നമ്മൾ മുറിക്കാറ്? മൂർച്ചയുള്ള ഭാഗം വെച്ചിട്ടാണോ അല്ല മൂർച്ചയില്ലാത്ത ഭാഗം വെച്ചാണോ? മൂർച്ചയുള്ള ഭാഗം വെച്ചാണ് അല്ലേ. എന്താ മൂർച്ചയുള്ള ഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? കനം കുറച്ച് നിർമ്മിച്ചിരിക്കുന്ന ഭാഗമാണ് അതിൻ്റെ മൂർച്ചയുള്ള ഭാഗം. കനം കുറച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ പ്രതല പരപ്പളവ് കുറയും. പ്രതല പരപ്പളവ് കുറഞ്ഞാൽ മർദ്ദം കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ബലം പ്രയോഗിച്ചാൽ നല്ല മർദ്ദം ആ വസ്തുവിൽ അനുഭവപ്പെടും. അതുകൊണ്ടാണ് കത്തിയുടെ വായ്ത്തല കനം കുറച്ച് നിർമ്മിച്ചിരിക്കുന്നു അല്ലേ. മനസ്സിലായല്ലോ. കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ അടിത്തറ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അടിത്തറ പൊതുവെ വളരെ വീതി കൂട്ടി നിർമ്മിക്കുന്നു. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? അടിത്തറ വീതി കൂട്ടി നിർമ്മിക്കുമ്പോൾ പരപ്പളവ് കൂടുന്നു. പരപ്പളവ് കൂടുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന മർദ്ദം കുറയുമെന്ന തത്വമാണ് അവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കൂ, ആ വീഡിയോയിൽ ചില വാഹനങ്ങൾ കണ്ടില്ലേ? എവിടെ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ്? സൈന്യങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണല്ലേ. യുദ്ധ ടാങ്കുകളാണത്. ആ യുദ്ധ ടാങ്കുകളുടെ ചക്രങ്ങൾ പരസ്പരം ഇങ്ങനെ ഒരു ചങ്ങല കൊണ്ട് ഇങ്ങനെ നിർമ്മിച്ചത് കണ്ടല്ലോ, ബന്ധിപ്പിച്ചിരുന്നത് കണ്ടല്ലോ. അതുകൊണ്ട് എന്താ പ്രയോജനം? യുദ്ധ ടാങ്കുകൾ റോഡിലൂടെ മാത്രമല്ലല്ലോ പോകുന്നത്, മലനിരകളിലൂടെയും ചതുപ്പിലൂടെയൊക്കെ പോകേണ്ടതാണ്. അപ്പോൾ അത് എന്ത് ചെയ്തുകൂടാ? പെട്ടെന്ന് ചളിയിലേക്കൊന്നും താണുപോയിക്കൂടാ. താണു പോവാതിരിക്കാൻ എന്ത് വേണം? മർദ്ദം കുറയണം. അങ്ങനെ മർദ്ദം കുറക്കാൻ വേണ്ടിയാണ് ഈ ചക്രങ്ങൾ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ ചങ്ങല കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത്. യുദ്ധ ടാങ്കുകളുടെയും അതുപോലുള്ള മറ്റു വാഹനങ്ങളുടെയും ചക്രങ്ങളെ ഇങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നതിൻ്റെ കാരണം ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായല്ലോ. അവിടെയും കാരണം എന്താണ്? പരപ്പളവ് കൂട്ടി മർദ്ദം കുറക്കുന്നതിന് വേണ്ടിയാണ്. ഇനി അവസാനത്തെ ഈ സന്ദർഭം നോക്കൂ. ഒരു തയ്യൽ സൂചിയുടെ അഗ്രം കൂർത്തിരിക്കുന്നു. എന്തിനാണ് തയ്യൽ സൂചിയുടെ അഗ്രം കൂർപ്പിച്ചിരിക്കുന്നത്? ഞാൻ വിശദീകരിക്കണ്ടല്ലോ, നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലേ? പറയൂ. വെരി ഗുഡ്. തയ്യൽ സൂചിയുടെ അഗ്രം കൂർപ്പിച്ചാൽ അവിടെ മർദ്ദം കൂടുന്നു.
എങ്ങനെ മർദ്ദം കൂടുന്നത്? അഗ്രം കൂർപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രതല പരപ്പളവ്, അഗ്രത്തിൻ്റെ പ്രതല പരപ്പളവ് കുറയുന്നു. അതുവഴി മർദ്ദം കൂടുതൽ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ തയ്യൽ സൂചിയെ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ വസ്ത്രങ്ങൾ തുന്നാൻ കഴിയുന്നു. നമ്മൾ മർദ്ദത്തെക്കുറിച്ചും വ്യാപക മർദ്ദത്തെക്കുറിച്ചും ഇന്ന് വിശദമായി ചർച്ച ചെയ്തു. ഖരവസ്തുക്കൾക്ക് മാത്രമേ മർദ്ദം പ്രയോഗിക്കാൻ വേണ്ടി കഴിയുള്ളൂ? ദ്രാവകങ്ങൾക്ക് പറ്റുമോ? നമുക്കൊരു പ്രവർത്തനം ചെയ്യാം. നോക്കൂ, ഒരു കുപ്പിയാണ്. കുപ്പിയിൽ നിശ്ചിത അകലത്തിൽ ഓരോ കുഴലുകൾ വെച്ചിരിക്കുന്നു. ഒരേ വ്യാസമുള്ള കുഴലുകളാണ്. ഇനി ഞാൻ ഈ കുപ്പിയിലേക്ക് മഷി ചേർത്ത വെള്ളമൊഴിക്കുന്നു. അപ്പോൾ എന്തു ചെയ്യും? ഇതിലൊഴിച്ച വെള്ളം പുറത്തേക്ക് പോകുമല്ലോ. നിങ്ങൾ എന്താണ് കാണുന്നതെന്ന് നിരീക്ഷിക്കുക. നിരീക്ഷിച്ച ശേഷം നിങ്ങൾ ആ കാര്യം ശാസ്ത്ര പുസ്തകത്തിലേക്ക് വരക്കണം. ഞാൻ ഈ പ്രവർത്തനം ആരംഭിക്കുന്നു. കുപ്പിയിലേക്ക് ഞാൻ ഈ മഷി ചേർത്ത വെള്ളത്തെ ഇതിലേക്ക് ഒഴിക്കുകയാണ്. എന്താ സംഭവിക്കുന്നത് നിരീക്ഷിക്കാം. ഇതിന് ഞാൻ കൈവിടുന്നു. ഇപ്പോൾ നടത്തിയ പ്രവർത്തനം നിങ്ങൾ നിരീക്ഷിച്ചുവല്ലോ. നിങ്ങൾ നിരീക്ഷിച്ച ആ പ്രവർത്തനം എന്ത് ചെയ്യണം? ശാസ്ത്ര പുസ്തകത്തിൽ ചിത്രീകരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ചിത്രം നിങ്ങൾ വരക്കണം. ദ്രാവകമർദ്ദവുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണമാണത്. ദ്രാവകമർദ്ദവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇനി അടുത്ത ക്ലാസ്സിലേക്ക് ചില പ്രവർത്തനങ്ങൾ തരാമല്ലോ. തീർച്ചയായും നിങ്ങളത് ശാസ്ത്രപുസ്തകത്തിൽ എഴുതിയെടുക്കണം. ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് വരുമല്ലോ. പ്രവർത്തനം: കാരണം പറയുക. സ്റ്റേറ്റ് റീസൺ. മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് എളുപ്പം പച്ചക്കറി മുറിക്കാം. ഇറ്റ് ഈസ് ഈസി ടു കട്ട് വെജിറ്റബിൾസ് യൂസിങ് എ ഷാർപ്പ് നൈഫ്. ബി. ചരക്ക് വാഹനങ്ങൾക്ക് ടയറുകളുടെ എണ്ണം കൂടുതലായിരിക്കും. The number of tires is more for goods vehicles. ഈ പ്രവർത്തനങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ നിങ്ങൾ എഴുതിയല്ലോ. കൂടാതെ തൊട്ടു മുമ്പ് നടത്തിയ പരീക്ഷണം, ദ്രാവകമർദ്ദവുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിൻ്റെ അതിൽ കണ്ട കാര്യവും നിങ്ങൾ ശാസ്ത്ര പുസ്തകത്തിലേക്ക് ചിത്രീകരിക്കണം. ദ്രാവകമർദ്ദവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. നന്ദി.